ഈ ബുക്ക് വായിച്ചപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന പുസ്തകത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു വേർഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ അമ്മ ഞാനിപ്പോൾ നേരത്തെ ചേട്ടൻ സ്വാഗതം പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദുഃഖത്തിൽ നിന്നാണ് ഒരാള് സാഹിത്യം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ആളുകൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് പറയും. ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും എഴുതിയത് ഇപ്പം എഴുത്തിലോട്ട് കടന്നതൊക്കെ എനിക്കുണ്ടായ വലിയ ദുഃഖങ്ങളിൽ തന്നെയാണ്. 2 തവണ എൻ്റെ ജോലി പോയപ്പോഴാണ് ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ചോദിച്ചു, ഫസ്റ്റ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തേജസ് ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ജോലിയും കൂലിയും വേലയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലോക്ക്ഡൗൺ ആണ്, ഫുള്ള് കൊറോണയാണ്. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ ഇന്നൊരു പുസ്തകം എഴുതാം. അപ്പൊ ആദ്യം 2 ദിവസം ശരിയെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കും, എന്തെങ്കിലും വെറുതെ പറയാണോ ശരിക്കും കാര്യം ചെയ്യാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പുസ്തകം എഴുതി ഒരു 4-5 കഥ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ കാണിക്ക്, ഞാൻ വായിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത് പബ്ലിഷ് ചെയ്യാതെ അമ്മേനെ കാണിക്കാൻ പറ്റില്ലാന്ന്. അപ്പൊ അവ 2-3 വർഷം പിന്നെയും ഇടയ്ക്ക് വന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ബുക്ക് വായിച്ചിട്ട് അവസാനം എൻ്റെ അടുത്ത് അമ്മ വന്ന് ചോദിച്ചു, എൻ്റെ കുറ്റങ്ങൾ വിറ്റിട്ടാണല്ലോ നീ കഥ എഴുതിയത്. അപ്പോ തേജസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബുക്ക് വായിച്ച സമയത്ത് അമ്മയും തേജസും തമ്മിലുള്ള കുറെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ സ്നേഹങ്ങളും ഒക്കെ ഉള്ള ഒരു പുസ്തകങ്ങളാണ് എന്നുള്ളത്. അതിനേക്കാളും ഭംഗിയുള്ള ഒരു പുസ്തകം ഇങ്ങനെ തേജസ്സിന് എഴുതാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പുതിയ തലമുറയിലെ എഴുത്തുകാരെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ രചനകളെ അത്രയും ഓപ്പൺ മൈൻഡോടെ സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിന് ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് ഒരു കാരണക്കാരിയാവാൻ കഴിഞ്ഞത് എന്നുള്ളതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ അവസാനം സംസാരിക്കാന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, ഞാൻ സംസാരിച്ചാൽ നിർത്തില്ല. അപ്പോൾ തേജസിൻ്റെ തണ്ടർ സ്റ്റീൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇന്ന് തേജസിൻ്റെ ദിവസമാണ്, അപ്പം ആർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാം. ഒരുപാട് സന്തോഷം. തേജസിന് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ അധ്യാപകനാണ്, പക്ഷെ എനിക്കിഷ്ടം ബുക്കും വായനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 മാസം മുന്നേ എൻ്റെ ജോലി റിസൈൻ ചെയ്തു, ഞാൻ ഫുൾ ടൈം റൈറ്റിങ്ങിലാന്ന് പറഞ്ഞപ്പോൾ ആള് ലേശം അസൂയോടെ തന്നെ നോക്കി. അപ്പോൾ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാണ്, ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് മാറട്ടെ. ഇപ്പോഴുള്ള അധ്യാപന ജോലിയൊക്കെ വിട്ടിട്ട് പെന്നും പേപ്പറും എടുത്ത് വീടിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ തേജസ്സിന് സാധിക്കട്ടെ.